ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ തന്നെ 2 നില എടുക്കുന്ന സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് 2 ELCB, മുകളിൽ ഒരു ELCB, താഴെ ഒരു ELCB ഇങ്ങനെ വെക്കാമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് 2 ELCB വയ്ക്കുന്ന സമയത്ത് കോമൺലി കണ്ടുപിടിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ട്രിപ്പിംഗ് ആവുന്നത്. അതായത് ഏതെങ്കിലും ഒരു ELCB ട്രിപ്പോ, അതിൻ്റെ കാരണം എന്താണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഒരു ELCBയിലെ കണക്ഷൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ ഐസൊലേറ്ററിൽ നിന്നും നമ്മൾ ഒരു ഫസ്റ്റ് ELCB ആണ് വരയ്ക്കുന്നത്. ELCB മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. ELCB അല്ലെങ്കിൽ RCCB, അത് സിംഗിൾ ഫേസ് ആണ് വരയ്ക്കുന്നത്. ഫസ്റ്റ് ELCB വരച്ചു, അതിനുശേഷം സെക്കൻഡ് ELCB വരച്ചു. ഇനി നമ്മൾ ഐസൊലേറ്ററിൽ നിന്നും ഐസൊലേറ്ററിൽ നിന്നാണ് കാണിക്കുന്നത്. ഐസൊലേറ്റർ ഇവിടെ വരച്ച് കാണിക്കുന്നില്ല, ഐസൊലേറ്ററിലേക്കാണ്. അതായത് ഫസ്റ്റ് മീറ്റർ ബോക്സിൽ നിന്നും നേരെ വരുന്ന ഐസൊലേറ്ററിൽ നിന്നും ന്യൂട്രും ഫേസും വരുന്ന ELCBയിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ELCBയുടെ മുകളിലേക്ക് കൊടുക്കാം, ഇന്നായിട്ട് കൊടുക്കാം. ന്യൂട്രൽ നമ്മൾ ഫസ്റ്റ് ELCBയുടെ ഇന്നിലേക്ക്, അതിനുശേഷം രണ്ടാമത്തെ ഫസ്റ്റ് ELCBയുടെ തന്നെ ന്യൂട്രൽ വയറാണ്. ന്യൂട്രൽ വയർ നമ്മൾ ന്യൂട്രൽ ലിങ്ക് വഴി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഐസൊലേറ്റർ വഴി നേരെ വന്ന് ELCBയുടെ ഇന്നിലേക്ക് കൊടുത്തു, ഫസ്റ്റ് ELCBയുടെ ഇന്നിലേക്ക് കൊടുത്തു. അതിനുശേഷം ഫേസ് അതായത് 230 വോൾട്ട് വരുന്ന ഫേസ് വയർ നമ്മൾ, അതായത് ടെസ്റ്റർ കുത്തിയ തെളിയുന്ന വയറാണ് ഫേസ് വയർ. ആ ഫേസ് വയർ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊടുത്ത് ELCBയുടെ ഇന്നിലേക്ക്, ഫസ്റ്റ് ELCBയുടെ ഇന്നിലേക്ക് കൊടുത്തു. ഇനി നമുക്ക് ELCBയുടെ ഔട്ട് നമ്മൾ ഒരു ബൾബായിട്ട് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു ട്രയൽ പോലെ കാണിക്കുന്നുള്ളൂ. അതിന് മുന്നേ നമുക്ക് രണ്ടാമത്തെ ELCBയുടെ ഇന്നിലേക്കും നമ്മൾ ഐസൊലേറ്ററിൽ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ മീറ്റർ ബോക്സിൽ നിന്ന് സെപ്പറേറ്റ് വരുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് തന്നെ കൊടുക്കുക. ഐസൊലേറ്ററിനും, അതായത് ഐസൊലേറ്ററിൻ്റെ ഔട്ടായിരിക്കണം രണ്ടാമത്തെ ELCBയുടെ ഇന്നിലേക്ക് കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്നായിരിക്കണം രണ്ടാമത്തെ ELCBയുടെയും ഫസ്റ്റ് ELCBയുടെയും ഇന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത്. ഇപ്പോൾ രണ്ടാമത്തെ ELCB ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഫസ്റ്റ് ELCBയുടെ ഔട്ട് നമ്മളെടുത്ത് ഒരു ബൾബായിട്ട് ജസ്റ്റ് ഒരു എക്സ്പീരിയൻറ്റ് രീതിയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു ബൾബ് നമ്മൾ വരച്ചു. ആ ബൾബ് നമ്മൾ സ്വിച്ച് വഴി, അല്ലെങ്കിൽ ഏതാണോ സർക്യൂട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സർക്യൂട്ടായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഇതൊരു ബൾബ് നമ്മൾ കണക്ട് ചെയ്ത് കാണിക്കുന്നു. ELCBയുടെ ന്യൂട്രലിലേക്ക് നമ്മൾ ബൾബിലേക്ക് നമ്മൾ കൊടുത്തു. അതിനുശേഷം ഈ ELCBയുടെ തന്നെ ഔട്ട്, ഫസ്റ്റ് ELCBയുടെ ഔട്ട് ഒരു സ്വിച്ച് നമ്മളവിടെ കൊടുക്കും, ഒരു 1 വേ സ്വിച്ച് നമ്മളവിടെ കൊടുക്കും. ആ 1 വേ സ്വിച്ച് വഴി ബൾബിലേക്ക് കണക്ട് ചെയ്തു. ഇതാണ് കോമൺലി നമ്മൾ കണക്ട് ചെയ്യുന്ന ELCB തൊട്ട് നമ്മുടെ വീടുകളിൽ കണക്ട് ചെയ്യുന്ന സിസ്റ്റം. ഇനി നിങ്ങൾക്ക് ഈ ELCBയിൽ നിന്ന് ഓരോ MCB വെച്ച് നമുക്കിതിലേക്ക് ഒരു സർക്യൂട്ടുകൾ കൊണ്ടുപോകാം. നമുക്ക് അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ELCBയുടെ ഔട്ട് ഒരു ബൾബിലേക്ക് നമ്മൾ ന്യൂട്രൽ കണക്ട് ചെയ്തു. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ELCBയിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ELCBയുടെ ന്യൂട്രൽ തന്നെയായിരിക്കണം, അതിലേക്ക് കണക്ട് ചെയ്തു. ഇതും അതുപോലെ തന്നെ ഒരു MCB വെച്ചു, അതിനുശേഷം ഒരു സ്വിച്ച് വെച്ച് 1 വേ സ്വിച്ച് വെച്ച് നമ്മൾ ബൾബിലേക്ക് കണക്ട് ചെയ്തു. ഇതാണ് കറക്റ്റ് വേ. ഇതാണ് ഏതാണോ നമ്മൾ ELCB ഫസ്റ്റ് ELCBയിൽ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ ഏതൊക്കെയാണോ അതിൻ്റെ ന്യൂട്രൽ ഫസ്റ്റ് ELCBയുടെ ഔട്ട് വേണ്ട ന്യൂട്രലുകളെല്ലാം ആ സെക്ഷനിലായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. അതായത് ശ്രദ്ധിക്കുക, ഫസ്റ്റ് ELCBയുടെ ന്യൂട്രും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഫസ്റ്റ് ELCBയുടെ ഔട്ടിൽ വരുന്ന, ഇന്നിൽ പ്രശ്നമില്ല, ELCBയുടെ ഔട്ടിൽ വരുന്ന ന്യൂട്രും രണ്ടാമത്തെ ELCBയുടെ ഔട്ടിൽ വരുന്ന ന്യൂട്രും തമ്മിൽ ലിങ്ക് ചെയ്താൽ ട്രിപ്പ് സംഭവിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. അതായത് ഈ ഒരു ELCBയുടെ ഔട്ടിൻ്റെ കണക്ഷൻസ് അടുത്ത ELCBയുടെ ഔട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ടിലേക്ക് ഏതെങ്കിലും വഴി, ലൈറ്റ് വഴിയോ ഏത് വഴിയോ ലിങ്ക് ആയാലും ഈ സംഭവം ട്രിപ്പാവും. ഇതുപോലെ തന്നെ ഏത് കണക്ഷനാണെങ്കിലും, അതായത് ഫേസ് ആണെങ്കിലും ഇൻവെർട്ടർ കണക്ഷൻ ആണെങ്കിലും ഏതാണെങ്കിലും ഒരു ELCBയുടെ ഔട്ട് അടുത്ത ELCBയുടെ ഔട്ടായിട്ട് ലിങ്ക് ചെയ്താൽ ഇതുപോലെ ട്രിപ്പിംഗ് സംഭവിക്കും. ഇതാണ് കോമൺലി കാണുന്ന ഒരു കംപ്ലയിൻറ്റ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ELCBയിൽ നിന്ന് എന്തൊക്കെ കണക്ട് ചെയ്യേണ്ടോ അതിൻ്റെ ന്യൂട്രലുകളെല്ലാം ആ ELCBയുടെ ഔട്ടിൽ തന്നെ കണക്ട് ചെയ്യുക. സെപ്പറേറ്റ് വരുന്ന ELCBയിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക. അതായത് നമ്മളൊരു ഫസ്റ്റ് ഫ്ലോറിൽ ഉപയോഗിക്കുന്ന, വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ELCBയിൽ ഉപയോഗിക്കുന്ന ന്യൂട്രലുകളെല്ലാം അതിൽ തന്നെ കണക്ട് ചെയ്യുക. ഗ്രൗണ്ട് ഫ്ലോറിൽ ഉപയോഗിക്കുന്ന ELCBയിൽ കണക്ട് ചെയ്യുന്ന ELCB എന്തൊക്കെയാണോ കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ന്യൂട്രൽ അതിൽ തന്നെ കണക്ട് ചെയ്യുക. ഇതാണ് ELCB വരുന്നത്. സിംഗിൾ ഫേസ് ELCB ആണ് വരുന്നത്. നമുക്കിതിൽ ഓണാക്കുന്ന സ്വിച്ചാണ് വരുന്നത്. ഇന്നും ഔട്ടുണ്ട്, ഓണാക്കുന്ന സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു ബട്ടൺ കാണാം, മന്ത്ലി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ജസ്റ്റ് എല്ലാ മന്ത്ലി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ജാം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ELCBയിൽ ട്രിപ്പ് ആവും. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് വർക്കിംഗ് കണ്ടീഷൻ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ചെയ്യണം എന്നാണ് കമ്പനി. ഓക്കെ ഫ്രണ്ട്സ്, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇത് ഉപകാരപ്പെടുന്ന ആളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.